ഒരാളുടെ ജീവിതം അയാളുടെ ചുമതലയാണ്. എന്നാൽ ബന്ധപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുവാൻ അയാൾക്ക് തനിച്ചൊട്ടാവുകയുമില്ല. നിരവധി ഘടകങ്ങളുടെ സമ്മിശ്ര സ്വാധീനങ്ങളാണ് ഓരോ ജീവിതത്തെയും രൂപപ്പെടുത്തുന്നത്. വ്യക്തിയുടെ ജീവിതം ഒരു വള്ളിച്ചെടി പോലെയാണ്. താങ്ങില്ലാതെ വന്നാൽ അത് നിരർത്ഥകമായി പോകും. ഈ വിഷയത്തെ ആസ്പദമാക്കുന്ന ഒരു വിചാരമാണിത്. കൂടെ കൂട്ടാം, കൂട്ടായി കൂടാം. ഒരാളും ജീവിതം ആരംഭിക്കുന്നത് സ്വന്തം നിശ്ചയപ്രകാരമല്ല എന്ന് തന്നെ പറയാം. ഓരോ ജനനവും അങ്ങനെയാണ്. ആകസ്മികമായാണ് ഓരോ ആളിനും ജീവിത നിയോഗമുണ്ടാകുന്നത്. തുടക്കത്തിൽ യാഥാർത്ഥ്യം ഒന്നും സ്വയം ബോധ്യപ്പെടാതെ പരപ്രേരണയ്ക്കും നിർബന്ധങ്ങൾക്കും വശപ്പെട്ടാണ് ഓരോരുത്തരുടെയും ജീവിതം പുരോഗമിക്കുന്നത്. ആരുടെയും തുടക്കം ഒരു നിഷ്കളങ്കാവസ്ഥയാണ് അഥവാ ഒരു നിസ്വാവസ്ഥയാണ്. പടിപടിയായിട്ടാണ് മോഹങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ലക്ഷ്യങ്ങളും പരിശ്രമങ്ങളും വ്യക്തിയുടെ പ്രയുക്തി സാമർഥ്യങ്ങളെ ത്വരിപ്പിക്കുന്നത്. തുടർഘട്ടങ്ങളിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തി ക്രമേണ സ്വയം പ്രേരിതമായി ജീവിത തുടർച്ച നിലനിർത്തിപ്പോകാൻ ശ്രമങ്ങൾ ആരംഭിക്കുന്നതായി കാണാം. ജീവിതം എന്തിനു വേണ്ടിയാണെന്ന ചോദ്യത്തിന് പലതരത്തിലുള്ള ഉത്തരങ്ങളായിരിക്കും ലഭിക്കുക. ചിലത് ജീവിതത്തിൻ്റെ താത്വികവും സാമൂഹികവുമായ അനിവാര്യതയിൽ ഊന്നുന്നവയാകും. മറ്റു ചിലത് ജീവിതത്തിൻ്റെ നിരർത്ഥകതയെയും അവ്യക്തതകളെയും വിഹ്വലതകളെയും വൈരുദ്ധ്യങ്ങളെയും പ്രസ്താവിക്കുന്നവയുമാകും. എന്നാൽ ജീവിതത്തെ അപ്പാടെ നിഷേധിക്കുവാൻ ആരും തയ്യാറാകുന്നില്ല എന്നതാണ് പൊതുസ്ഥിതി. അതിനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ബോധ്യം എല്ലാവരിലും സജീവമായി ഉണ്ട്. ഇതിനായുള്ള ശ്രമങ്ങളിൽ കുറേയേറെ പേർ വിജയിക്കുമെങ്കിലും കുറച്ചെങ്കിലും പേർ അമ്പയെ തോറ്റുപോകുന്നതായും കാണാം. പിന്നെയും പിന്നെയും പിന്നോക്കം വഴുതുന്നവരും മുന്നോട്ട് പിടിച്ചു കയറുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുക തന്നെയാവും ചെയ്യുക. വിടാതെ പിന്തുടരുന്ന പരാജയങ്ങളുടെ ദൈന്യാവസ്ഥയിൽ നിന്ന് കരകയറുന്നതിനുള്ള അവരുടെ ശ്രമങ്ങൾക്ക് ശക്തി പകരുന്നത് അചഞ്ചലമായ ശുഭാപ്തി വിശ്വാസമാണെന്ന് നിസ്സംശയം പറയാം. ശുഭാപ്തി വിശ്വാസമില്ലാത്ത ജീവിതം നിശ്ചലമായിരിക്കും. ഇതൊക്കെയാണെങ്കിലും എല്ലാ പരിശ്രമങ്ങളും നിരന്തരമായി വിഫലമാകുന്ന അനുഭവം ചിലരെയെങ്കിലും പാടെ തകർത്ത് കളയുന്നുമുണ്ട്. അവർ പൊതുവെ ജീവിതം തുടരുന്നതിനോട് വൈമുഖ്യം പ്രകടിപ്പിക്കുകയും കുറച്ചുപേരെങ്കിലും പ്രതിഷേധ രൂപേണ ജീവിതത്തെ ഒടുക്കിക്കളയുന്നതിന് മുതിരുകയും ചെയ്തേക്കാം. ഏതു പ്രതിസന്ധിയിലും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾ നിർവിഘ്നം തുടരുന്നതിന് ചിലർക്കെങ്കിലും ശക്തമായ പ്രേരണയും പിന്തുണയും ആവശ്യമാണ്. ദുഃഖവും ദുരിതവും അരക്ഷിതത്വവും തിരിച്ചടികളും നിറഞ്ഞ ചുറ്റുപാടിൽ അകപ്പെട്ടിരിക്കുന്ന സ്ഥിതിയിലും നിശ്ചയദാർഢ്യത്തോടെ പരിശ്രമിക്കുകയും അത്ഭുതകരമായ ജീവിത വിജയങ്ങൾ കൈവരിക്കുകയും ചെയ്ത എത്രയെത്ര വ്യക്തിത്വങ്ങളെ നമുക്കറിയാം. എന്നാൽ നിരന്തര പതനങ്ങളിൽ സംഭ്രമിക്കുന്നവരും സംഭീതരാകുന്നവരും തളർന്നു പോകുന്നവരും കുറച്ചൊന്നുമല്ല എന്നതും വാസ്തവം തന്നെയാണ്. ശുഭപ്രതീക്ഷകളെ കൈവിടാതിരിക്കുവാനും മനസ്സാന്നിധ്യം ഉറപ്പാക്കുവാനും അവർക്ക് ഒരുപക്ഷെ കഴിഞ്ഞേക്കില്ല. ആത്മബലം ചോർന്ന് കടുത്ത നിരാശയ്ക്ക് അവർ അടിപ്പെട്ടു പോയേക്കാം. അവർക്ക് പ്രതീക്ഷയും ധൈര്യവും പുരോന്മുഖതയും പകരാൻ സമൂഹം ശ്രദ്ധിച്ചേ മതിയാകൂ. നിസ്സഹായരായി പോകുന്ന അവരും നമ്മുടേതു തന്നെയാണ്. ചുറ്റിലുമുള്ളവരുടെ ജീവിതാവസ്ഥകളും മനോവ്യാപാര സങ്കീർണതകളും ധർമ്മസങ്കടങ്ങളും വലിയ പാഠങ്ങളാണെന്ന് നമുക്ക് തിരിച്ചറിയണം. കൈപിടിക്കാൻ മറക്കണ്ട.